നമ്മുടെ കാറ്റ്സ് ക്ലോ പൂത്തത് കണ്ടില്ലേ? ശരിക്കും മഞ്ഞ പുതപ്പ് വിരിച്ച പോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങളിത് പെരുന്നാൾ വരുന്ന പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാട്ടാ. എന്നാ വിരിയാന്ന് വെച്ചിട്ട്. ഇത് കൊല്ലത്തിൽ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തവണ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കാണാണ്ടാണ് പൂ ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു ഫെർട്ടിലൈസർ, നമ്മൾ ബോഗൻവില്ലയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കിയിരുന്നു. അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു. നോക്ക്, നിങ്ങൾക്ക് കാണാമല്ലോ, വണ്ടടിച്ച് പോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാറ്റ്സ് ക്ലോ നട്ടിട്ട് 8 വർഷമായി. 8 പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പാമ്പ് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇതുവരെ പാമ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെന്ന് പറഞ്ഞാൽ ഒരു കാലുണ്ട്, പൂച്ചയുടെ കാല് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്, കാറ്റ്സ് ക്ലോ ക്രീപ്പർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഉണ്ടായി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചോണ്ട് ഉണ്ടാവും, ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മളെ വീടിൻ്റെ ചുറ്റോറം പൂക്കളാണ്. അതുമാത്രമല്ല കറണ്ട് കമ്പിമ്മ വരെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത്. കാറ്റ് ക്ലോസ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രമാത്രം തിങ്ങി നിറഞ്ഞ പൂക്കള് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഞാനൊരു സീക്രട്ട് ഫെർട്ടിലൈസർ തന്നെ പറയാം. നമ്മൾ ബോഗൻവില്ലയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട്. 13 ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരൊറ്റ പാക്കിലാക്കി കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അത് മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ സോയിൽ കണ്ടീഷണർ ഒക്കെ ഇൻക്ലൂഡാണ്. ചില സ്ഥലങ്ങളിൽ എത്ര വളപ്രയോഗം ചെയ്താലും വെയിലുണ്ടെങ്കിലും വെള്ളം കൊടുത്താലൊന്നും പൂ ഉണ്ടാവില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ സോയിൽ കണ്ടീഷണർ ആഡ് ആക്കുന്നത്. നല്ല റിസൾട്ടാണ്. വാങ്ങിച്ചവരൊക്കെ അടിപൊളി റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ 10 പ്രാവശ്യമൊക്കെയാണ് പിന്നെ വാങ്ങിക്കുന്നത്. 10 പാക്കൊക്കെയാണ് വാങ്ങിക്കുന്നത്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ബോഗൻവില്ലയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയത് ഇതിൽ, പക്ഷെ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടത്. അതാണ് ഇത്തവണ ഇലയില്ലാതെയാണ് പൂ. ആദ്യം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂ ഉണ്ടാവാറില്ല. ഫെർട്ടിലൈസറിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ബോഗൻവില്ലയ്ക്ക് കൊടുക്കുന്നത് ഇതിന് പരീക്ഷിച്ചു, അത് ഭയങ്കര വിജയമായി എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ആദ്യം ഇതുപോലെ എൻ്റെ ചാനലിൽ കൂടെ പറയുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ബൾക്ക് ഓർഡർ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം ഞാനത് പല സ്ഥലങ്ങളിൽ കളക്ട് ചെയ്തിട്ട് സെയിൽ എടുത്തിട്ടുണ്ട്. ഓൺലൈനിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഔട്ട് ഓഫ് കേരള വരെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ഞാൻ അതിൻ്റെ കാറ്റലോഗും, അത് വേണമെന്നുണ്ടെങ്കിൽ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റലോഗും ഇട്ടുതരും. ഇത് നെസ്കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഗൻവില്ലയാണ്. മലേഷ്യ ഹൈബ്രിഡ് വെറൈറ്റി പെട്ടതാണ്. നല്ല വലിയ പൂക്കളാണ്, നിറച്ച് പൂടും, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഒരു വെറൈറ്റി കളറാട്ടാ. എനിക്ക് തോന്നുന്നു വാട്ടർമെലൺ കിസസും ഇതൊക്കെ ഒരു ഏകദേശം ഒരു കളറായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഫയർ ഓപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. മലേഷ്യൻ വെറൈറ്റി പെട്ടതാണ്. പക്ഷെ ഇത് ഹാങ്ങിങ്ങിന് പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ്. അതന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വെയിലത്തൊക്കെ നിന്നിങ്ങനെ ജ്വലിക്കുന്ന കളറാണ് അത്. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അധികം പേർക്കും ഇത് ഹാങ് ചെയ്തിടാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചാനലിൽ കൂടെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പെട്രോ ബാമ്പിനെ ഹാങ് ചെയ്തിടാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ നാച്ചർ നോക്കിയിട്ടാണ്, ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നാച്ചർ നോക്കിയിട്ട് നമ്മൾ ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ പോട്ട്സ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ പോട്ട്സ് എവിടുന്നാണ് കിട്ടാന്നുള്ളത്. അപ്പോൾ ഇതും നമ്മളെ കയ്യിൽ സെയിലിനുണ്ട്. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ. ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ബ്രിസ റെഡ്. ഇതിൻ്റെ പൂക്കൾ 3 കളറേക്ക് ചേഞ്ച് ആവും. ആദ്യം ഒരു പിങ്ക് കളറാണ്, പിന്നെ ഒരു റെഡ്, പിന്നെ ഒരു പീച്ച് കളറേക്ക് മാറും. അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരെണ്ണാണിത്. പൂക്കളൊക്കെ സെയിം കളറാണ്. ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ, വെരിഗേഷൻ വന്നിട്ടുള്ള ഇലകളാണ് വരുന്നത്. ബ്രിസ വെരിഗേറ്റഡ് രണ്ടും ഏകദേശം ഒരേ പൂക്കളാണ് വരുന്നത്. അതെ അതെ. മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പേര് പോലെ തന്നെ റാണിയാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓറഞ്ചും വൈറ്റും കളർ ഇങ്ങനെ മിക്സായി വരും കേട്ടോ ഇതിൻ്റെ പൂക്കൾ. ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തോ ഒരു അസുഖം പിടിച്ച പോലത്തെ ഒരു ഇലയാണ്, ഇങ്ങനെ ഒരു കുരുടിച്ച പോലത്തെ ഇലയാണ് വരാ ഇതിൻ്റെ ഇല. അതിൻ്റെ നേച്ചറാണ്, അതല്ലാതെ കേടല്ല കേട്ടോ അതിൻ്റെ. ഇത് ബ്രിസ പീച്ചാണ്. നിറച്ച് പൂ ഉണ്ടായിരുന്നാണ്, ഇപ്പൊ പൂക്കളൊക്കെ കൊഴിഞ്ഞു. ബ്രിസ പീച്ച് അത്യാവശ്യം എല്ലാവരും നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീഫാണ്. ലീഫ് ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു കളറാട്ടാ. ഡാർക്ക് ഗ്രീൻ അല്ല. ഇതിന്റെ പൂക്കളാണെങ്കിൽ കൊല്ലകുത്തി പൂക്കൾ ഉണ്ടാവും. ഹാങ്ങിങ് പോട്ടിക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടാ. ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. 2 കളറാണ് പെറ്റൽസ് വരാ, വൈറ്റ് ആൻഡ് പിങ്ക് ആണ് വരാ. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
ഇത് നമ്മളൊരു മൾട്ടി കളറാണ്, നല്ല രസം കാണാട്ടോ. ഫ്ലെയിം റെഡും വൈറ്റും കൂടിയുള്ള ഒരു മൾട്ടിയാണ്. അപ്പം ഞാനത് ക്രിസ്മസ് തീമിന് അന്ന് വാങ്ങിയതായിരുന്നു, ഈ ഒരു മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാട്ടാ, ഒരു ഫ്ലെയിം റെഡിൽ വൈറ്റ് വരുമ്പോൾ കോമ്പിനേഷൻ. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ പ്ലെയിൻ ഇതുണ്ട്, ഫ്ലെയിം റെഡ്, വെരിഗേഷൻ വന്ന ഫ്ലെയിം റെഡും ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ലോല എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്, നല്ല പിങ്കാണ്, ബേബി പിങ്കാണ് ഇതിൻ്റെ പൂവ് വരുന്നത്. ഹാങ്ങിങ് ബോട്ടിലേക്ക് ഇടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ലോല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് ഗോൾഡൻ ബിഗോജസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതും അത്യാവശ്യം കൊഴിഞ്ഞു തുടങ്ങി, ഫെയ്ഡായി പൂക്കൾ, പക്ഷെ നല്ല ഭംഗിയായിട്ടാ കണ്ട. ഹാങ്ങിങ്ങിൽ തൂങ്ങി, ഇതൊരു നല്ല നല്ല ഡാർക്ക് പീച്ച് കളറായിട്ട് പൂ വരുന്നത്. അതുപോലെ തന്നെ ലീഫിന് ഒരു വെരിഗേഷൻ ഉണ്ട് ഇതിന്. ലീഫ് രണ്ട് ഇതിലും വരുന്നുണ്ട്, വെരിഗേഷൻ ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ചെറിയ ഇലകളായിരിക്കും വെരിഗേഷൻ ഉള്ള ലീഫ്, അതൊരു വൈറ്റ് ആൻഡ് ക്രീം കളറായിരിക്കും ഇല വരുന്നത്. പെറ്റൂണിയ ഇത്തവണ എന്നല്ല, എല്ലാ ഇയറിലും ഞാൻ വാങ്ങിക്കാറുണ്ട്, പക്ഷെ കുറച്ച് ലൈഫ് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയാണ് പെറ്റൂണിയ. ഇതേപോലെ തന്നെ നമ്മളെ കാച്ച് ക്ലോൻ്റെ പോലെ തന്നെ ഭംഗിയുള്ളൊരു ഫ്ലവറാണ് പെറ്റൂണിയ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെയല്ല, ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കും ഇതിനേക്കാളും കൂടുതൽ. നമ്മൾ നല്ല കെയർ ചെയ്യാൻ പ്ലാന്റ്സും അത്യാവശ്യം നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. കുറച്ച് കളർ ഉണ്ട് അല്ലേ? നല്ല കളർഫുള്ളാണ്. കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3-4 ദിവസമാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് കുറച്ച് വലിപ്പം കൂടുതലുണ്ടല്ലേ പെറ്റൂണിയ പൂവ്? ഇല്ല, നോർമലി തന്നെയാണ്, നല്ല വലിപ്പുണ്ടാവും. 2 തരം ഉണ്ട്, നമുക്ക് നാടൻ വെറൈറ്റി ഉണ്ട്, അത് ചെറിയ പൂവായിരിക്കും. ഇത് സ്പെഷ്യൽ ഫോട്ടോ ഒക്കെ അറേഞ്ച് ചെയ്തു അല്ലേ അതിന്? ഇത് ഫോട്ടോ ഏരിയ, ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ. പക്ഷെ ഭയങ്കര രസാട്ടാ, രാവിലെ ഇവിടെ ഇരിക്കുമ്പോഴേ കാറ്റും ഈ വണ്ടകളുടെ സൗണ്ടും പൂവും സ്മെല്ലുണ്ട് കേട്ടോ, ഇതിനൊരു സ്മെല്ലുണ്ട്, കേൾക്കണില്ലേ? അപ്പൊ അതൊക്കെ നല്ല രസം ഇവിടെ രാവിലെ. മോർണിംഗ് ആണ് കൂടുതൽ വൈബ്. അതെ അതെ, ബാക്കി ജീവികളൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ ഇതിന്റെ ഉള്ളിൽ? ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ കയറി ഇരുന്നാ ആ തണുപ്പ് ഫീൽ ചെയ്യും. ശരിക്കും ഒരു വള്ളിക്കൂടില്ലേ? ഇതൊക്കെ എൻ്റെ ഓരോ ഡ്രീമുകളാട്ടാ. കുറച്ച് കണ്ടില്ലേ, അതും എൻ്റെ ഒരുപാട് കാലത്തെ ഡ്രീമായിരുന്നു കേട്ടാ. ഇതിപ്പോൾ സക്സസ് ആയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ നമുക്ക് ഈ ഹട്ട്. അതേപോലെ ഈ വള്ളിക്കൂടിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുറേ കാലങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് സെറ്റായി. നമ്മുടെ സന്തോഷം. നമുക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മെഡിസിൻ വേണ്ട. പിന്നെ കൂടുതൽ നമ്മള് ടൈം ഇതിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാണ്ടായി മാറും. വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ ടൈമില്ലല്ലോ.